മലയാള സിനിമാ നടന്മാരിൽ ഭൂരിഭാഗവും വണ്ടിപ്രാന്തന്മാരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താരങ്ങൾ പുതുതായി വാഹനങ്ങൾ വാങ്ങുന്ന വിശേഷങ്ങളെല്ലാം അറിയാൻ പ്രേക്ഷകർക്ക് വളരെ താല്പര്യമുള്ള വിഷയമാണ്. ബോളിവുഡിൻ്റെ ഏറ്റവും വലിയ വണ്ടിപ്രാന്തൻ ആരാണെന്ന് ചോദിച്ചാൽ മലയാളികൾ ഒന്നടങ്കം പറയും അത് മെഗാസ്റ്റാർ മമ്മൂട്ടിയും കുഞ്ഞിക്ക ദുൽഖർ സൽമാനുമാണെന്ന്. ഡ്രൈവറെ പിന്നിലിരുത്തി തൻ്റെ കാറുകളിൽ പായുന്ന മമ്മൂട്ടിയുടെ കഥകളെല്ലാം നാം പലതവണ കേട്ടിട്ട് തഴമ്പിച്ചതാണല്ലോ. കാർ മാത്രമല്ല, അതിൻ്റെ നമ്പരും വേറിട്ട് നിൽക്കണമെന്ന ചിന്താഗതിയിലാണ് അച്ഛനും മകനും. 369 എന്ന നമ്പർ കണ്ടാൽ അത് മമ്മൂക്കിയുടെ വണ്ടിയാണെന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. ഓരോ വർഷം പുത്തൻ കാറുകൾ ഗ്യാരേജിലെത്തിക്കുന്ന ഇവർ മോളിവുഡിൻ്റെ ഏറ്റവും കൂടുതൽ കാറുകൾ സ്വന്തമാക്കിയുള്ള താരങ്ങളാണ്. പോയ വർഷവും അത്യാഡംബരമായ വാഹനങ്ങൾ ദുൽഖറും മമ്മൂട്ടിയും സ്വന്തമാക്കി. ഏകദേശം 4ഓളം കാറുകൾ ഇരുവരും പുതുതായി മുറ്റത്തെത്തിച്ചു എന്നാണ് കരുതുന്നത്. അവ ഏതെല്ലാമെന്ന് പരിചയപ്പെട്ടാലോ? മെയ്ബാക്ക് GLX 600. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും പുതിയ മെഴ്സിഡീസ് മെയ്ബാക്ക് GLX 600 ആഡംബര SUV സ്വന്തമാക്കിയത്. കറുപ്പിലിറങ്ങിയ ഈ സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനം മമ്മൂട്ടിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 369 എന്ന ഫാൻസി നമ്പറാണ് താരം 1.85 ലക്ഷം രൂപ നൽകിയ എന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 3.35 കോടി രൂപയാണ് എക്സ്യൂറം വില വരുന്ന മോഡലിന്. കൊച്ചിയിൽ 4.25 കോടിക്ക് മുകളിലാണ്. അടുത്തതായി വരുന്നത് മെഴ്സിഡീസ് MMG A45S. കഴിഞ്ഞ വർഷമാണ് മമ്മൂക്കിയുടെ ഗ്യാരേജിലേക്ക് A45S എന്ന ജർമ്മൻ ഹോട്ട് ഹാച്ച് ബാക്ക് കടന്നു വരുന്നത്. അടുത്തത് BMW 7 സീരീസ്. മോളിവുഡ് സിനിമാ താരങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഫാൻ ബേസ് ഉള്ള മോഡലാണിത്. അടുത്തായി വരുന്ന വേറൊരു കാറുമല്ല, ഫെരാറിയുടെ 296 GTB ആണ്. വിദേശ കാറുകളുടെ കമ്പനി ശേഖരമുള്ള ദുൽഖർ സൽമാൻ പോയ വർഷം സ്വന്തമാക്കിയ അപൂർവ വാഹനങ്ങളിൽ ഒന്നായിരുന്നു 296 GTB.